ആകാശവാണി പരിപാടി തുടങ്ങുമ്പോഴുള്ള ചൂളം വിളിയാണ് എന്നും ഞങ്ങൾക്ക് ഉണരാനുള്ള അലാറം. ഇന്ന് ഞായറാഴ്ചയല്ലേ, നല്ല തണുപ്പും. ഇത്തിരി കൂടി കിടന്നാലും അമ്മ ഒന്നും പറയില്ല. പുതപ്പിനുള്ളിലേക്ക് ഒന്നുകൂടി കയറിക്കൂടി. പുറത്തെ ശബ്ദങ്ങളൊക്കെ കേട്ട് ഉണർന്നു കിടക്കാൻ നല്ല സുഖം. കുട്ടൂലിയമ്മ വന്ന് മുറ്റമടിക്കുന്നുണ്ട്. ചൂല് മുറ്റത്തെ ചരലിൽ നീങ്ങുന്ന ശബ്ദം കേട്ടുകൊണ്ട് കിടന്നു. അടുക്കളയിൽ പാത്രങ്ങളുടെ തട്ടിമുട്ടലുകൾ കേൾക്കുന്നു. രാവിലെ തന്നെ എന്താണാവോ? അമ്മയുടെ ഉച്ചത്തിലുള്ള ചോദ്യം. വിലാസിനി, കോഴിക്കൂട് തുറന്നോ? ആ തുറന്നല്ലോ, കുറെ നേരായി. എല്ലാം കൂടി കൊത്തുകൂടുന്നു. ആ ചോന്ന പൂവനുണ്ടല്ലോ, അത് ചെറിയ കൊങ്ങനെ കൊത്തി കൊല്ലുന്നു തോന്നി. ഞാൻ തുറന്നു വിട്ടു. കുറച്ച് അരി കൂടി ഇട്ടുകൊടുത്ത് ആ ചോന്ന പൂവനെ പിടിച്ച് കൂട്ടിലിട്. മൂത്തുറക്കണ്ടം വന്നാ പിടിച്ചു കൊടുത്തേക്ക്. അമ്മയുടെ സംസാരത്തിൽ നിന്നും ആരോ വിരുന്നുകാർ വരുന്നുണ്ടെന്ന് ഉറപ്പായി. മല്ലിയും മുളകും വറുത്തുപൊടിക്കുന്ന ആ എരിവ് മണം മൂക്കിലേക്ക് അടിച്ചു വന്നു. വേഗം എണീറ്റ് ഉമിക്കരിയും അമ്മ ചീന്തിവെച്ച ഇർക്കിലിയും എടുത്ത് കിണറ്റിൻകരയിൽ പോയി പല്ല് തേപ്പ് കഴിച്ചു. വെള്ളം കോരി കൈയും മുഖവും കഴുകി. നല്ല തണുപ്പ്. ചൂട് കിട്ടാൻ അടുപ്പും തിണ്ണയിൽ കയറിയിരുന്നു. രണ്ട് കൈയും അടുപ്പിനടുത്ത് വെച്ച് ചൂടാക്കി മുഖത്ത് വയ്ക്കാൻ നല്ല സുഖം. മോള് കോലായിൽ പോയിരുന്നോ? ഇവിടെ ഞങ്ങൾക്ക് കുറേ പണിയുണ്ട്. ഇന്ന് വല്യമ്മാമയും അമ്മായിയും വരുന്നുണ്ട്. അപ്പൊ ചുവന്ന പൂവന്റെ കഥ ഇന്ന് കഴിയും. ആശ്വാസമായി. കൊങ്ങൻ കോഴിക്കുട്ടിക്ക് ഇനി ആരെയും പേടിക്കണ്ടല്ലോ. അല്ലെങ്കിലും എനിക്ക് ആ പൂവനെ കണ്ടുകൂടാ. അരിയൊക്കെ ഇട്ടുകൊടുത്താൽ അവൻ ആ തള്ളക്കോഴിയെ ഒഴികെ വേറെ ഒന്നിനെയും തിന്നാൻ സമ്മതിക്കില്ല. പാവം കൊങ്ങൻകുട്ടി. അവൻ പറമ്പിൽ പോയി എന്തെങ്കിലും കൊത്തിപ്പെറുക്കി തിന്നു. ജോറായി. ഇന്ന് ഇറച്ചിക്കറി കൂട്ടി ചോറ് തിന്നാലോ. പെട്ടെന്ന് കൂട്ടിൽ നിന്നും ചുവന്ന പൂവന്റെ ബഹളം കേട്ടു. മൂത്തോറക്കണ്ടൻ അവന്റെ കഴുത്തിപ്പ പൊട്ടിക്കും. എനിക്ക് അകപ്പാടെ സങ്കടവും പേടിയും എല്ലാം കൂടെ വന്നു. പൂവന്റെ വേദന കൊണ്ടുള്ള പിടച്ചിലിന്റെ ഒച്ച കേൾക്കാൻ വയ്യാതെ ഓടി ദേവിയെടുത്തിയുടെ വീട്ടിൽ പോയിരുന്നു. അപ്പോഴേക്കും അമ്മ നീട്ടി വിളിക്കുന്നു. മോളെ, നീ രായിന്റെ പിടിയെന്നൊരു കെട്ട് പപ്പടം വാങ്ങിയിട്ട് വാ. രായൻകാന്റെ പിടിയിൽ പോകാൻ എനിക്കിഷ്ടം. എപ്പോ പോയാലും ഒരു ചെറിയ ആണി ശർക്കര രായൻകാക്ക തരും. വിരുന്നുകാരുണ്ടെന്ന് പറഞ്ഞപ്പോ രായൻകാക്ക ചോദിക്കുന്നു, എന്താ അമ്മക്കുട്ടി, പെരയില് കോഴിനറക്കുന്നുണ്ടോന്ന്? അറുത്തതല്ല, മൂത്തോറക്കണ്ടൻ കോഴിന്റെ കഴുത്ത് പൊട്ടിച്ച് കൊന്നതാണെന്ന് ഞാൻ പറഞ്ഞു. ഊണ് കഴിക്കാൻ രായൻകാനെയും വിളിച്ചു. അറുത്ത കോഴിയാണെങ്കിൽ വരായനോ? ഇതിപ്പോ ഞാൻ വരുന്നില്ല, രായൻകാക്ക പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. അമ്മയോട് ചോദിച്ചപ്പോൾ ഒന്നും പറയാതെ അമ്മ ചിരിച്ചു. സംശയം പിന്നെയും ബാക്കി തന്നെ. കോഴിയുടെ തുവൽ പറിക്കാൻ അമ്മ വിളിക്കുന്നുണ്ട്. ചൂടുവെള്ളത്തിൽ മുക്കിയെടുത്ത കോഴിയുടെ തുവൽ അമ്മ പെട്ടെന്ന് പറിച്ചെടുക്കുന്നു. കുറച്ചൊക്കെ ഞാനും നുള്ളിയെടുത്തു. പിന്നെ തീയുടെ മുകളിൽ വെച്ച് തോലൊക്കെ ചെറുതായി കരിച്ചെടുത്തപ്പോ വൃത്തികെട്ടൊരു മണം. കിണ്ണത്തിൽ കോഴിയെ വെച്ചിട്ട് രണ്ടു ഭാഗത്തായി ഞാനും അമ്മയും പലകയിട്ടിരുന്നു. ഞാൻ വലിച്ചു പിടിച്ച കോഴിക്കാലും ചിറകും അമ്മ മുറിച്ചെടുത്തു. പിന്നെ മുട്ടിപ്പലകയിൽ വെച്ച് ചെറിയ കഷ്ണങ്ങളാക്കി. ചായ കൂടി കഴിഞ്ഞപ്പോൾ തോന്നി വേഗം കുളിച്ച് നല്ല ഉടുപ്പൊക്കെ ഇട്ട് നിൽക്കട്ടെ എന്ന്. വരുന്നത് വലിയ മാമയല്ലേ. ഇത് ഞങ്ങൾക്കൊക്കെ ശരിക്കും ഒരു ആഘോഷം തന്നെയാ. ഒരു പുന്നാര വിളിയുണ്ട് വല്യമാമയ്ക്ക്, കിണികിണി മൂട്ടയെന്ന്. മറ്റാരും അങ്ങനെ വിളിക്കില്ല. എന്നോടൊരു പ്രത്യേക ഇഷ്ടാ. വലിയമാമയെ കാണാൻ തന്നെ നല്ല രസാണ്. വർത്താനം കേൾക്കാനും അങ്ങനെ തന്നെ. വെള്ള തലമുടി നല്ല വൃത്തിയിൽ ചീകി വെച്ചിരിക്കും. നെറ്റിയിൽ വലിയൊരു ഗോപിക്കുറിയും. ഇളം നീല ഷർട്ടും നല്ല വെളുത്ത മുണ്ടും കറുത്ത ഷൂസും. വലിയമാമ എന്തിനാ എന്നും ഒരേ നിറത്തിലുള്ള ഷർട്ട് ഇടുന്നതെന്ന് അമ്മയോട് ചോദിച്ചു. അമ്മ ചിരിച്ചു. ഉത്തരം അമ്മയ്ക്കും അറിയില്ലായിരിക്കും. തോർത്തും സോപ്പും എടുത്ത് തോട്ടത്തിലേക്ക് ഓടി. തോർത്തുകൊണ്ട് മാനത്തുകണ്ണിയെ പിടിക്കാനൊന്നും നിൽക്കാതെ വേഗം കുളിച്ചു കയറി. വീട്ടിലെത്തി നല്ല ഉടുപ്പൊക്കെ ഇട്ട് വിരുന്നുകാരെ കാത്തിരുന്നു. കോഴിയിറച്ചിയുടെ വേവ് നോക്കുമ്പോൾ അമ്മയെ ചുറ്റിപ്പറ്റി നിന്നു. വെന്ത കരലെടുത്ത് ചെറിയ പാത്രത്തിലിട്ട് തന്നു. നല്ല രസം. ഒരു കിണ്ടി വെള്ളം അമ്മ ചേതിയമ്മൽ കൊണ്ടുവച്ചു. വിലാസിനി കിണ്ടി തേച്ചു മിനുക്കിയിട്ടുണ്ട്. അതാ വരുന്നു വിരുന്നുകാര്. സഞ്ചിയില് പലഹാരമാവും. എന്തോ തൂക്കി പിടിച്ചിട്ടുണ്ട്. ദൂരത്തു നിന്നേ വലിയമാമ വിളിക്കുന്നു, കിണികിണി മൂട്ടയെന്ന്. ഓടിച്ചെന്ന് കയ്യിൽ തൂങ്ങി. പലഹാര സഞ്ചി സ്നേഹത്തോടെ കയ്യിൽ തന്നു. കൊതിയോടെ പലഹാരപ്പൊതി തുറക്കാൻ നോക്കിയപ്പോ അമ്മ കണ്ണുകൊണ്ട് വിലക്കി. ആരും കാണാതെ അമ്മയെ നോക്കി ചുണ്ടുകൊട്ടി പരിഭവം കാണിച്ചു. അവര് പോയി കഴിഞ്ഞിട്ടേ അമ്മ പലഹാരപ്പൊതി അഴിക്കൂ. അതും എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ചെറിയ ഉള്ളി ചേർത്ത പഞ്ചാര വെള്ളം അവർക്ക് കൊടുത്തപ്പോ അമ്മ എനിക്കും കൂടി തന്ന് പിണക്കം തീർത്തു. കോലായിൽ അച്ഛനും വലിയമ്മാമ്മയും എന്തൊക്കെയോ വലിയ വലിയ കാര്യങ്ങൾ പറയുന്നു, ചിരിക്കുന്നു. ഒന്നും മനസ്സിലാകുന്നില്ല. അടുക്കളയിൽ അമ്മയും വല്യമ്മായിയും അതേപോലെ എന്തൊക്കെയോ കാര്യമായിട്ട് പറയുന്നു. വലുതായാൽ ഞാനും ഇതുപോലെ കാര്യങ്ങൾ പറയും എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. പിന്നെ ബാലരമയെടുത്ത് വായിക്കാൻ തുടങ്ങി. ഊണ് കഴിക്കാൻ അമ്മ വിളിക്കുന്നു. ഇരിക്കാനുള്ള പലകകൾ നിലത്ത് നിരത്തി വെച്ചിട്ടുണ്ട്. വീട്ടിൽ ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം ഇരിക്കാൻ പലകകളുണ്ട്. വിരുന്നുകാർക്ക് വേറെയും.
നല്ല എരിവുള്ള കോഴിക്കറിയും പപ്പടവും കൂട്ടി ഊണ് കഴിച്ചു. ഇളം ചൂടുള്ള ഉപ്പിട്ട കഞ്ഞിവെള്ളവും കുടിച്ചു. പിന്നെ വൈകുന്നേരം വരെ വലിയമ്മാമ്മയുടെ വക കഥ പറച്ചിലാണ്. അപ്പോഴേക്കും അമ്മ ആട്ടിൻപാലൊഴിച്ച ചായയും കുമ്പിളപ്പവുമായി എത്തി. സന്ധ്യയാവാറായപ്പോഴാ അവർ തിരിച്ചുപോയത്. യാത്രയാക്കാൻ റോഡ് വരെ ഞങ്ങളും കൂടെ പോയി. പെട്ടെന്നാണ് പലഹാരപ്പൊതിയുടെ ഓർമ്മ വന്നത്. ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മ എല്ലാവർക്കും അവർ കൊണ്ടുവന്ന നെയ്യപ്പം തന്നു. കോഴിക്കോട് അടച്ചു വന്ന് വിലാസിനി പറയുന്നത് കേട്ടു. എന്നും കൂട്ടിൽ കയറാൻ മടിക്കുന്ന കൊങ്ങനാ ഇന്ന് ആദ്യം കയറിയത്. എനിക്കും ആശ്വാസം തോന്നി. ഇനി കൊങ്ങന് പേടികൂടാതെ നടക്കാലോ. ആശ്വാസത്തോടെ ഞാനും ഉറങ്ങാൻ പോയി. ഷീബാരാജ് കോഴിക്കോടാണ് അതിമനോഹരമായ ഈ ഒരു കഥ കൺമുന്നിൽ വിഷ്വൽ എന്ന പോലെ നമുക്ക് എഴുതി അയച്ചത്. ശരിക്കും കുറച്ച് പഴയ കാലത്ത് നമ്മുടെ വീട്ടിലൊക്കെ നടക്കുന്ന അല്ലെങ്കിൽ നടന്നിരുന്ന ഒരു സംഭവം ഒരു സ്ക്രീനിൽ കാണുന്നത് പോലെയാണ് ഈ കത്തിൽ എഴുതി വച്ചിരിക്കുന്നത് അല്ലേ? വളരെ മനോഹരമായിട്ടുണ്ട്. അപ്പൊ ഇത്രയും മനോഹരമായൊരു കത്ത് അല്ലെങ്കിൽ ഒരു കുറിപ്പ്, അതും അല്ലെങ്കിൽ ഒരു കഥ അയച്ചു തന്ന ഷീബാരാജിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. വീണ്ടും ഇത്തരം കഥകളും രസകരമായ കുറിപ്പുകളും പ്രതീക്ഷിക്കുന്നു. എന്തായാലും മനോഹരമായ ഒരുപാട് ഗൃഹാതുര സ്മരണകൾ ഉണർത്തുന്ന ഈ കത്തിനൊപ്പം മനോഹരമായ ഒരു ഗാനമിത ഷീബാരാജിനും മറ്റെല്ലാ ശ്രോതാക്കൾക്കുമായി കേൾപ്പിക്കുന്നു.